മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പ്രണീത ഹൃദയങ്ങളെ ചെവി ചായ്ച്ചു കേൾക്കുമവൻ പ്രണീത ഹൃദയങ്ങളെ ചെവി ചായ്ച്ചു കേൾക്കുമവൻ ഏകിടും സാന്ത്വനങ്ങൾ ആശ്വാസദായകൻ ഏകിടും സാന്ത്വനങ്ങൾ ആശ്വാസദായകൻ ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം കരയുന്ന കണ്ണുകളെ കനിവോടെ കാണുമവൻ കരയുന്ന കണ്ണുകളെ കനിവോടെ കാണുമവൻ കരം നീട്ടി തുടച്ചിടുമേ കൃപയേറും നാഥനവൻ കരം നീട്ടി തുടച്ചിടുമേ കൃപയേറും നാഥനവൻ ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പാവത്തബന്ധിതരെ മോചനമേകുമവൻ പാവത്തബന്ധിതരെ മോചനമേകുമവൻ കാൽവരിരുതീരമതാ മറുവിലയേകിയൊന്നാ കാൽവരിരുതീരമതാ മറുവിലയേകിയൊന്നാ ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം അർപ്പിതമാനസരേ ആദികളകറ്റുമവൻ അർപ്പിതമാനസരേ ആദികളകറ്റുമവൻ അനുഗ്രഹനാളുകളെ അധികമായേകുമവൻ അനുഗ്രഹനാളുകളെ അധികമായേകുമവൻ ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം ഒരു മനസ്സോടെ
മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം നമുക്കേറെ സുപരിചിതമാണ്, എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. ഈ വാക്യത്തെ നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കൂടിവരവുകളിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, അതുപോലെ മറ്റ് യോഗങ്ങളിൽ ഒക്കെ ആളുകളുടെ എണ്ണം കുറയുന്നതായ സമയത്ത് നാം സ്വയം ആശ്വസിക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. നാം അവിടെ പറയാറുണ്ട്, 2-3 പേർ കൂടി വരുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് അതിൽ നാം ആശ്വസിക്കുക എന്നുള്ള നിലയിൽ നാം ഈ വാക്യത്തെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ അന്തസത്തയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കുറിക്കൊള്ളേണ്ടുന്ന അനവധി ആത്മീയമായ കാര്യങ്ങൾ അതിലുണ്ട് എന്ന് കാണുവാൻ കഴിയും. വാസ്തവത്തിൽ ഈ വാക്യം പറയുന്നത് എങ്ങനെയാണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ വാക്യത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഉപയോഗിക്കാറുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതായി ആ വാക്യത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും നാം അങ്ങനെയാണ് പറയാറുള്ളത്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. എന്നാൽ അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കൂടി വരുവാൻ, അവരുടെ നടുവിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഇറങ്ങി വരുന്നില്ല. ആ വാക്യത്തിൽ പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നാണ്. എവിടെ കൂടി വന്നാലും അതിൻ്റെ മധ്യത്തിൽ വരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എവിടെയും കൂടി വരുവാൻ നമുക്ക് അനുവാദമില്ല എന്ന് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നതായ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെ വാക്യത്തെ നാം ഉപയോഗിക്കുമ്പോൾ തിരുവെഴുത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപടി ഉപയോഗിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വരുന്നത് എവിടെയാണോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുവാൻ തക്കവണ്ണമുള്ളതായ സ്ഥലം എവിടെയാണെന്ന് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അവിടെ നാം കൂടി വരേണ്ടെന്ന് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, കൂടി വരുന്നവരെ സംബന്ധിച്ചുള്ളതായ ഒരു പ്രസ്താവനയും അതിലുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപുള്ളതായ 19-ാം വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ വാക്യം ഈ 20-ാമത്തെ വാക്യത്തോട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. കാരണം വേദപണ്ഡിതന്മാർ മനസ്സിലാക്കിയിരിക്കുന്നതായ ഒരു സത്യം, ഈ 2 വാക്യങ്ങളുടെയും ഇടയിൽ അങ്ങനെയുള്ള എന്ന ഒരു പദം മൂലഭാഷയിലുണ്ട് എന്നുള്ളതാണ്. ആ വാക്യം ഇങ്ങനെ ഞാൻ വായിക്കുന്നു, അതായത് മൂലഭാഷയിലുള്ള ഒരു പദം കൂടെ ചേർത്ത് ഈ 2 വാക്യങ്ങൾ വായിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. അങ്ങനെയുള്ള 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് വാസ്തവത്തിലുള്ള ഈ വാക്യങ്ങളുടെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നതിൽ തെറ്റില്ല. കൂടി വരാവുന്നതായ ഒരു സ്ഥാനത്ത് അവർക്ക് കൂടി വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരുടെ മധ്യത്തിൽ കർത്താവ് എഴുന്നള്ളി വരുന്നവനാണ്. എന്നാൽ അതേസമയം തന്നെ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടിരിക്കണം എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്നതായ ഏറ്റവും വിലയേറിയതായ ഒരു നിർദ്ദേശമാണ്. അങ്ങനെ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്ന കർത്താവ് എന്താണോ നാം യാചിക്കുന്നത് അത് കേട്ട് അതിന് ഉത്തരമരുളുന്നവനാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
ഇതോട് ചേർത്താണ് 18-ാം വാക്യം കൂടെ നാം ചിന്തിക്കേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ 3 വാക്യങ്ങളാണ് നാം ഇവിടെ ചിന്തയ്ക്ക് വിധേയമാക്കിയത്. ഭൂമിയിൽ വെച്ച് നമ്മുടെ സഹവിശ്വാസികളുമായി നാം എങ്ങനെയായിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഭൂമിയിൽ വെച്ച് ഐകമത്യപ്പെടാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു എന്നുള്ളത് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നാം എവിടെയെല്ലാം തിരുത്തേണ്ടതായിട്ടുണ്ട്? നാം ഈ വാക്യങ്ങളെ വാസ്തവത്തിൽ അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ ഗണിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം മറന്നുപോകുന്നതായ ഒരു കാര്യവും ഇതുതന്നെയാണ്. ഇന്നത്തെ സഭകളെ നോക്കുമ്പോൾ സഭകളിൽ ഐകമത്യമില്ലാതെ പോകുന്ന ഒരു വലിയ സ്ഥിതിയാണ് കാണുവാൻ കഴിയുന്നത്. നേതൃത്വങ്ങൾ തമ്മിൽ, സഭാജനങ്ങളും നേതൃത്വവും തമ്മിൽ, അതുപോലെ തന്നെ സഹവിശ്വാസികൾ തമ്മിൽ യാതൊരു ഐക്യമത്യവുമില്ലാതെ ദൈവസന്നിധിയിൽ വന്നിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ രീതി നാം സർവ്വസാധാരണമായി കണ്ടുവരികയാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേവലം അധരജൽപ്പനങ്ങളായി മാറിപ്പോവുകയല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാതെ ഇരിക്കുന്നത്? നാം യാചിക്കുന്ന വിഷയങ്ങളിന്മേൽ ഐകമത്യപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ കുടുംബത്തിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സഭാജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ ഒക്കെ നാം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നാം യാചിക്കുന്നതായ വിഷയങ്ങളിന്മേൽ നമ്മോടൊപ്പമുള്ള യാചിക്കുന്ന ആളുകളുമായി ഐകമത്യപ്പെടുവാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നിടത്തോളം നമ്മുടെ പ്രാർത്ഥന മറുപടിയില്ലാത്ത അധരജൽപ്പനങ്ങളായി മാറിപ്പോകുന്നു. ഇന്ന് ആളുകളിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സഹവിശ്വാസികളുമായി നാം ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരുമായി ഐകമത്യപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ നമുക്കിടയായിത്തീരണം. അപ്പോഴാണ് സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മെ സഹായിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വരുന്നതായ സമയത്ത് ഐകമത്യപ്പെട്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുന്നതാണോ വാസ്തവത്തിൽ നടത്തപ്പെടുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. നാം പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി വരുമ്പോൾ, കൂട്ടായ്മയ്ക്കായി ഒരുമിച്ച് കൂടി വരുമ്പോൾ വ്യത്യസ്തമായ ചിന്താഗതികളുമായി വന്നിരിക്കുന്നതല്ല ദൈവവചനം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഇതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം പ്രാരംഭത്തിൽ വായിച്ച കർത്താവ് തിരുവായി മൊഴിഞ്ഞ ആ വാക്യങ്ങളുമായി കൃത്യമായും ഒത്തുചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ നാം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഏകഭാവമുള്ളവരായി ഐകമത്യപ്പെട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ മൂലഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തപ്പോൾ വിട്ടുപോയതായ വാക്കുകൂടെ ചേർത്ത് വായിക്കുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. അങ്ങനെയുള്ള 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും
ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് നമ്മുടെ സഹവിശ്വാസികളുമായി പ്രിയമുള്ളവരുമായി ഐകമത്യപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് വന്ന് കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസനിൽ വരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും തിരുവചനം ധ്യാനിപ്പാനും ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഐകമത്യപ്പെടണം എന്ന് ഞങ്ങളോട് ഉദ്ബോധിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് ഏകഭാവം പൂണ്ട് ഏക മനസ്സുള്ളവരായി ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ട് അവശേഷിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേവലം ജാതികളെപ്പോലെ അധരജൽപ്പനങ്ങളായി തീരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുന്നത് കർത്താവെ, ഞങ്ങൾക്ക് ഏകഭാവമുള്ളവരായി ഐകമത്യപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കാണുന്നതായ എല്ലാ സ്ഥിതിവിശേഷവും കർത്താവെ, ഈ ഐകമത്യമില്ലാത്തതുകൊണ്ടുണ്ടാകുന്നതാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് ഐകമത്യപ്പെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ആഗതനാകുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ എവിടെ കൂടി വരണമെന്നുള്ളത് അവിടുന്ന് ഞങ്ങളെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടേക്ക് അവിടുന്ന് എഴുന്നള്ളി വരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിവസം കർത്താവെ, ആ നിലയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ ഓരോരുത്തരുടെ മേൽ വെച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.